മാനാദേവനപ്പൻ ഒരു പെണ്ണിനെ ആണിനെയും ഭൂമി എത്തിട്ടിടിച്ചു. അവരെ കയ്യിൽ വേറെ വില്ലു അമ്പ് കൊടുത്തു. അവനെ പറഞ്ഞു വിട്ടു. എവിടെ പോയി? ആവശ്യക്കാർ മുനിയിലെ അടുത്ത് ചെന്നു. ഔസാരി മുനി പറഞ്ഞു, ആ അമ്പും വില്ലും ഇങ്ങിത്താ, ഈ കൊക്കരെ അങ്ങ് വെച്ചോ, എന്നിട്ട് കാടുകളിൽ പോയി ചാറ്റിയും പാടി ജീവിച്ചോളി. ഇത് എനിക്ക് മറക്കാനാവാത്ത ഒരു സംഭാഷണ ശകലത്തിന്റെ അനുകരണമാണ്. കാളി എന്നായിരുന്നു ഈ പറഞ്ഞ മുത്തശ്ശിയുടെ പേര്. ചാറ്റുപാട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് ഗോത്രായനത്തിൽ കാണിക്കാരുടെ അനുഷ്ഠാന കലയായ ചാറ്റുപാട്ടിന്റെ ചില വിശേഷങ്ങൾ പങ്കുവച്ചു. കാളിയമ്മ ഇതെന്നോട് പറഞ്ഞത് 2012-ലാണ്. അന്ന് IMG വേണ്ടി ചാറ്റുപാട്ടിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി എടുക്കുന്നതിന് വേണ്ടി കോട്ടൂരിലേക്ക് പോയതാണ്. അഗസ്ത്യാർകൂടത്തിന്റെ അടിവാരത്തുള്ള നിരവധിയായ ഊരുകളിൽ ഒന്നാണ് പൊടിയം. അവിടെയാണ് ഞാൻ കാളിയമ്മയെ കണ്ടത്. അഗസ്ത്യാർ ഔസ്യാർ മുനി എന്ന് കാളിയമ്മ പറഞ്ഞത് അഗസ്ത്യമുനിയാണ്. അമ്പും വില്ലും തിരിച്ചു വാങ്ങിച്ചിട്ട് കൊക്കര തിരിച്ചു കൊടുത്തു. കൊക്കര ചാറ്റുപാട്ടെന്ന അനുഷ്ഠാന കലയുടെ വാദ്യോപകരണമാണ്. അതേ കാളിയമ്മയുടെ സംഭാഷണത്തിൽ ഞാൻ ഊരുകൾ തോറും മറ്റു മൂപ്പന്മാരെയും പ്ലാത്തിമാരെയും അന്വേഷിച്ച് നടക്കുമ്പോൾ ഇറമ്പിയാടെന്ന് പറയുന്ന 2 മലകൾക്കപ്പുറം താമസിക്കുന്ന മറ്റൊരു മൂപ്പനെ കണ്ടു. മല്ലൻകാണി എന്നായിരുന്നു പേര്. അദ്ദേഹത്തിനൊരു വട്ടപ്പേര് കൂടിയുണ്ട്, റേഡിയോ മല്ലൻകാണി. അങ്ങനെ വരാൻ കാരണം പിന്നീടൊരവസരത്തിൽ പറയേണ്ട ഒരാളാണ് മല്ലൻകാണി. അത് പിന്നെ പറയാം. മല്ലൻകാണി എന്നോട് പറഞ്ഞത് ചാറ്റുപാട്ടിന്റെ മറ്റൊരു ഉൽപ്പത്തിയെക്കുറിച്ചാണ്. എടാ അപ്പി, ചാറ്റുപാട്ടെന്ന് പറഞ്ഞാൽ നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. പക്ഷെ നമുക്കങ്ങനെ ദൈവത്തിലൂടെ നേരിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. പിന്നെയോ നമുക്ക് വക്കീലിനെ വയ്ക്കും. ആ വക്കീലാണ് പ്ലാത്തി. ആ വക്കീൽ സംസാരിക്കും നമ്മളെ കാര്യങ്ങൾ. ദുർദേവതകളെ കാരണം നമുക്കൊരു രക്ഷയില്ല. ഉള്ള രോഗങ്ങളും തീരങ്ങളും മുഴുവനും വരും. അപ്പൊ അതിനെയെല്ലാം നമുക്ക് മാറ്റണമെങ്കിൽ നമ്മളല്ല കാരണം, ദുർദേവതകളാണ് കാരണമെന്ന് നമ്മൾ മരദൈവങ്ങളുടെ പറയണ്ടേ? ആ പറച്ചിലാണ് അപ്പൊ ഈ ചാറ്റുപാട്ട്. ഈ അനുഷ്ഠാന കലയുടെ മന്ത്രവാദ അനുഷ്ഠാനത്തെക്കുറിച്ചാണ് മലൻകാണി പറഞ്ഞതിൻ്റെ സാരം. അതായത് ഒരു കാലത്ത് പ്രകൃതിയോട് ചേർന്ന് നിന്ന്, ഇന്നും പ്രകൃതിയോട് ചേർന്ന് നിന്ന് ആരാധനക്രമത്തെ സംഘകാലത്തിന്റെ ആരാധനക്രമമായി ഇരുന്നു കാണിക്കാരുടെ അടക്കം കേരളത്തിലെ എന്നല്ല ലോകത്തിലെ എല്ലാ ആദിവാസി സമൂഹങ്ങളുടെയും ആരാധന. ലോകത്തെ എല്ലാ ഗോത്ര സമൂഹങ്ങളും പ്രകൃതിയുടെ ആരാധന. മരത്തിനെ, മണ്ണിനെ, മഴയെ, എന്തിന് കല്ലിനെ പോലും ആരാധിക്കുന്നവരാണ് തിരുവനന്തപുരത്തെ കാണിക്കാരടക്കം ഇന്ത്യയിലെയും കേരളത്തിലെയും മറ്റ് ഗോത്ര സമൂഹങ്ങൾ. പ്രകൃതിയോട് ചേർന്ന് നിന്ന് ഒരു കാലത്ത് പ്രകൃതിയുടെ രൗദ്രഭാവങ്ങളെ ഭയന്നതുകൊണ്ടാവാം പേമഴയും ഇടിമിന്നലും കൊടുങ്കാറ്റും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതെ ഞങ്ങളെ രക്ഷിക്കണേ. ഒപ്പം പരേതാത്മാക്കളായി മാറുന്ന ചാവുകൾ, പുലി പിടിച്ചും ആന ചവിട്ടിയും പാമ്പ് കടിച്ചുമൊക്കെ മരിക്കുന്ന പൂർവികരുടെ ആത്മാക്കൾ ഞങ്ങളെ ശല്യപ്പെടുത്താൻ വരുമോ എന്നുള്ള ഭയം. എല്ലാറ്റിനുമുപരി അവർക്ക് ഒരുപാട് മലദൈവങ്ങളുണ്ട്, മാടനും മറുതയും അടക്കം. മാടൻ തന്നെ എത്രമാത്രം മാടന്മാർ, രുദ്രമാടൻ, മുതലമാടൻ, അങ്ങനെയുള്ള മാടന്മാർ. അപ്പൊ മലദൈവങ്ങളെയും ഒപ്പം പൂർവാത്മാക്കളെയും പ്രകൃതിയെയും അവർക്ക് ഉറപ്പായിട്ടും ഭയപ്പെട്ടേ പറ്റും. സ്വന്തം ജീവനും അവരുടെ കൃഷിയുടെ കാര്യങ്ങളും എല്ലാം സംരക്ഷിക്കണം. അതിനുവേണ്ടി അവർ അനുഷ്ഠാന കലകൾ ഉണ്ടാക്കി. മന്ത്രവാദ അനുഷ്ഠാന കലകളെക്കുറിച്ച് പറയുമ്പോൾ കാണിക്കാരുടെ ചാറ്റുപാട്ട് കുട്ടിക്കാലം മുതലേ ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ കേൾക്കുന്നതാണ്. കാരണം നമ്മുടെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും മാടൻ ക്ഷേത്രങ്ങളിലും ഒക്കെ ഉത്സവങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ശുദ്ധീകരിക്കുക എന്നുള്ള പ്രക്രിയയ്ക്ക് വേണ്ടി കാണിക്കാർ മല കടന്നെത്തും. അവരുടെ കൊക്കരയുടെ വളരെ രൗദ്രമായ ശബ്ദം, വളരെ ഉച്ചസ്ഥായിയിലുള്ള ശബ്ദം കേട്ടുകൊണ്ട്, പ്രത്യേക തരത്തിൽ നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിലുള്ള ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ഞങ്ങളെല്ലാം കുട്ടിക്കാലം കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ചാറ്റുപാട്ട് ഗൃഹാതുരത്വമായി മനസ്സിലുണ്ട്. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടിയത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാളിമുത്തശ്ശിയെയും മല്ലൻകാണിയും അടക്കമുള്ള നിരവധി മൂപ്പന്മാരെയും പ്ലാത്തിമാരെയും ഒക്കെ കണ്ട് സംസാരിക്കാൻ കഴിയും. ചാറ്റുപാട്ടിനെ കുറിച്ച് പറയുമ്പോൾ അതേപോലെ മന്ത്രവാദ അനുഷ്ഠാനങ്ങളുള്ള പല ഗോത്ര സമൂഹങ്ങളുടെ കലകളുമുണ്ട്. ഗദ്ദിക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വയനാടിലെ റാവുളർ എന്നറിയപ്പെടുന്ന
അടിയ സമൂഹത്തിന്റെ ഗദ്ദിക. നാട്ടുഗദ്ദികയുമുണ്ട്, പൂജാഗദ്ദികയുമുണ്ട്. നാട്ടുഗദ്ദിക എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിനും നന്മയ്ക്ക് വേണ്ടിയാണ്. അതായത് തങ്ങളെ അടിമകളാക്കി ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാക്കന്മാരുടെ നിലവറകൾ പോലും നിറയണേ എന്ന് പ്രാർത്ഥിക്കുന്ന വല്ലാത്തൊരു നിഷ്കളങ്കമായ ആ ഒരു വിശ്വാസത്തിന്റെ, ആ പ്രാർത്ഥനയുടെ, സംഭാഷണങ്ങളുടെ പേരാണ് നാട്ടുഗദ്ദിക. പൂജാഗദ്ദിക രോഗങ്ങളുടെ ശമനത്തിന് വേണ്ടിയുള്ളതാണ്. ആ ഗദ്ദിക പിന്നീട് അനുഷ്ഠാന കലയിൽ നിന്ന് മാറി അതൊരു ജനകീയ കലയാക്കി മാറ്റാൻ വിപ്ലവകാരിയും സാമൂഹ്യ പരിഷ്കർത്താവുമായി അടിയരുടെ ഇടയിൽ പ്രവർത്തിച്ച PK കാളന് കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു ചരിത്രം. വീണ്ടും നമുക്ക് ചാറ്റുപാട്ടിലേക്ക് വരാം. അതുപോലെ മലയരുടെ മുറം കുലുക്കിപ്പാട്ട്, ഊരാളിമാരുടെ എലുപ്പം പെട്ടി തുടങ്ങിയവയെല്ലാം ഇത്തരം മന്ത്രവാദ അനുഷ്ഠാനങ്ങളാണ്. ഈ മന്ത്രവാദ പാട്ടുകൾ ബ്ലാക്ക് മാജിക് ആണോ? അല്ല. തീർച്ചയായിട്ടും അത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന അതായത് തങ്ങളുടെ ഗർഭാശയത്തിലിരിക്കുന്ന ഒരു കുഞ്ഞിനും തങ്ങളുടെ ജീവനും വേണ്ടി മാത്രമല്ല അവരെന്തിനൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്, ചാറ്റുന്നത്. ചാറ്റുക എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശുദ്ധീകരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മല്ലൻകാണി പൂരിപ്പിക്കുകയാണ്. എടാ കൊച്ചനെ, ഞങ്ങള് ചാറ്റുന്നത് മനുഷ്യന് വേണ്ടി മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും വേണ്ടി മാത്രമല്ല, ഈ മണ്ണിനും മരത്തിനും മൃഗത്തിനും പുലിക്കും ഒപ്പം മഴയ്ക്കും ഇടിമിന്നലിനും ഒക്കെ വേണ്ടി ചാറ്റുന്ന വല്ലാത്ത തരം ഒരു നന്മയുടെ പ്രാർത്ഥനയാണ് ചാറ്റുപാട്ട്. ചാറ്റുപാട്ടിന് ഉപയോഗിക്കുന്ന കൊക്കരയെക്കുറിച്ച് കാളിയമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ടു. കൊക്കര എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം വാദ്യോപകരണമാണ്. അത് കാണിക്കാരെന്ന ഗോത്ര സമൂഹത്തിന്റെ അനുഷ്ഠാന കലയായി ചാറ്റുപാട്ടിന്റെ വാദ്യോപകരണമാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മറ്റ് ഗോത്ര സമൂഹങ്ങൾക്ക് ഇല്ലാത്ത തരം ഒരു ഉപകരണമാണ്. കാരണം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വാദ്യോപകരണമാണ്. അതിന്റെ ഒരു വശം അകവശം പൊള്ളയായ ഒരു 33 സെന്റിമീറ്റർ വരുന്നൊരു കുഴലും അതിനെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു ചങ്ങലയും ഒരു ഇരുമ്പ് ദണ്ടും. ആ ഇരുമ്പ് ദണ്ട് ഈ ലോഹ കുഴലിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന ഉഗ്രമായ ശബ്ദമാണ് ചാറ്റുപാട്ടിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ കൊക്കരയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉച്ചസ്ഥായിലുള്ള ശബ്ദത്തിനോടൊപ്പം അവർ പാടുകയാണ്. പാടുന്നത് മലയാളവും തമിഴും ചേർന്ന പഴയകാല കാണിക്കാരുടെ വാമൊഴികളായി വന്ന വാക്കുകളാണ്. അത് നേരത്തെ മല്ലൻകാണി പറഞ്ഞതുപോലെ അവർ തർക്കിക്കുകയാണ്, ബാധിക്കുകയാണ്. ഈ രോഗങ്ങൾ, ഈ വസൂരിയും ഈ മലമ്പനികളും ഒന്നും വന്ന് ഈ പിള്ളയെ രക്ഷിക്കണം. കാരണം ഇത് ഞങ്ങളെ കുറ്റം കൊണ്ടല്ല, ദുർദേവതകളുടെ കുറ്റം കൊണ്ടാണ്. ഞങ്ങൾക്കിതിൽ നിന്ന് മോചനം തരണം എന്നവർ മലദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, സംഭാഷണം നടത്തുകയാണ്. അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ ഗതിവിഗതികളായി ഉച്ചസ്ഥായിലേക്ക് എത്തുന്ന, ഒരു പ്രത്യേക ഉന്മാദത്തിലേക്ക് എത്തുന്ന രസകരമായ ഭക്തിനിർഭരമായ സംഗതികൾ നമുക്കിതിൽ കാണാൻ കഴിയും. നിരവധി തരം ചാറ്റുപാട്ടുകളുണ്ട്. 20ഓളം ചാറ്റുപാട്ടുകളെ കുറിച്ച് ഈ രംഗത്ത് പ്രവർത്തിച്ച ഇരിഞ്ചയം സെബാസ്റ്റ്യൻ സാർ ഞങ്ങളുടെ ഒരു ഗുരുഭൂതൻ കൂടെയാണ്. അദ്ദേഹം തന്നെ അതിനെ കുറേയൊക്കെ എഴുത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പലതരം ചാറ്റുപാട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തുടിച്ചാറ്റ്. അതായത് ഗർഭസ്ഥ ശിശുവിനെയും പ്രസവരക്ഷയ്ക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ചാറ്റുപാട്ടാണ് തുടിച്ചാറ്റ്. ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ നാട്ടിൻപുറങ്ങളിലെ ഉത്സവങ്ങളിലെല്ലാം കാണുന്ന ആയിരവെള്ളിച്ചാറ്റുണ്ട്. ഒപ്പം ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പെണിച്ചാറ്റുണ്ട്. പിന്നെ രാശിവെട്ടി ചാറ്റുണ്ട്. നമ്മുടെ കൃഷിക്കും ഒപ്പം ആടുമാടുകൾക്കും കുടുംബത്തിനുമെല്ലാം നല്ലത് വരുത്താൻ വേണ്ടി, ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള രാശിവെട്ടിച്ചാറ്റുണ്ട്. പിന്നെ പണ്ടുകാലത്ത് നായാട്ടുണ്ടായിരുന്നപ്പോൾ നല്ല മൃഗങ്ങളെ കിട്ടണേ, ആപത്തൊന്നും വരുത്തരുതേ, ആ മൃഗങ്ങൾക്കും ആഹാരത്തിന് വേണ്ടി മാത്രം വേട്ടയാടിയിരുന്ന ഒരു സമൂഹങ്ങളായിരുന്നു ഗോത്ര സമൂഹങ്ങൾ. ആ വേട്ടയെല്ലാം നിൽക്കുന്നതിന് മുമ്പുള്ള കാലത്തെ കഥയാണ് നായാട്ട് ചാറ്റ് നടത്തിയിരുന്നത്. പിന്നെ ഒരു ഉഗ്രരൂപിയായ ചാറ്റുണ്ട്, മണ്ണഴിച്ച ചാറ്റ്. മഹാരോഗങ്ങൾ, മാറാരോഗങ്ങൾ, മലമ്പനികളെല്ലാം വരുമ്പോഴത്തേക്ക് ആ രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കുന്നതിന് വേണ്ടി പാടുന്ന മണ്ണഴിച്ച ചാറ്റ്. വളരെ സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെയാണ് മണ്ണഴിച്ച ചാറ്റ് പാടുന്നത്. മണ്ണഴിച്ച ചാറ്റ് പാടിയിട്ട് പോലും മക്കളെ രക്ഷപ്പെട്ടില്ല ഞങ്ങളുടെ ആൾക്കാർ. അവരെയെല്ലാം കാട്ടുവള്ളിയിൽ വലിച്ചിഴച്ചു കൊണ്ടുപോയി അക്കരെ ആളുവാരി കുന്നിലേക്ക് ഇട്ടു. 70-60കളിലെ മലമ്പനിയിലെന്ന് റേഡിയോ മല്ലൻകാണി പറഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അപ്പോഴും കൊക്കരയുടെയും ചാറ്റുപാട്ടിന്റെയും ശബ്ദം ഇപ്പോഴും ഉയരുന്നുണ്ട്. അനുഷ്ഠാന കലയായി മാത്രമേ കാണിക്കാർ അത് നിലനിർത്തിയിട്ടുള്ളൂ. PK കാളൻ ഗദ്ദികയെ ജനകീയ കലയാക്കിയതുപോലെ കാണിക്കാർ അതിനെ ജനകീയ കലയാക്കി മാറ്റാൻ തുനിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോഴും അവർ മലദൈവങ്ങളിലും പൂർവാത്മാക്കളിലും ഒപ്പം പ്രകൃതിയുടെ ശക്തികളിലും വിശ്വസിച്ചുകൊണ്ട് പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ ആചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കേരളത്തിലെ എല്ലാ ഗോത്ര സമൂഹങ്ങൾക്കും ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകതയുള്ള പ്രകൃതി ആരാധനയോട് ചേർന്ന് നിൽക്കുന്ന അനുഷ്ഠാന കലകളുണ്ട്, വിനോദ കലകളുണ്ട്,
അവരുടെ വിവാഹത്തിനും അവരുടെ മരണത്തിനും ഒക്കെ അനുഷ്ഠിക്കുന്ന ആനന്ദപൂർണമായ ദുഃഖപൂർണമായ അവസരങ്ങളിലെല്ലാം ചെയ്യുന്ന കലകളുണ്ട്. പക്ഷെ പലതും സംസ്കാരങ്ങളുടെ കാലത്തിന്റെ കുത്തൊഴുക്കിൽ നശിച്ചു പോകുന്നു. പണിയരുടെ കൂളികെട്ടും കാട്ടുനായ്ക്കരുടെ വയനാട്ടിലെ കാട്ടുനായ്ക്കരുടെ മനോഹരമായ ഗുഡ എന്ന അനുഷ്ഠാനമെല്ലാം ഇപ്പോൾ വളരെ അപൂർവമായി മാത്രമാണ് കാണുന്നത്. അങ്ങനെ കാണാതിരിക്കട്ടെ ചാറ്റുപാട്ടും, അങ്ങനെ നിലനിൽക്കട്ടെ ഗദ്ദികയും ചാറ്റുപാട്ടുമെല്ലാം. വ്യത്യസ്തമായ സമൂഹങ്ങളുടെ ഈ പറഞ്ഞ ഉത്സവങ്ങളും ആരാധനകളും അനുഷ്ഠാനങ്ങളുമെല്ലാം സമൂഹത്തിന്റെ പ്രത്യേകതയാണ്. അതെല്ലാം നിലനിൽക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.